ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ട് പ്ലേറ്റഡ് കുർത്തിയാണ്. അതും ലൈനായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പും ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ യോക്കിന് നമ്മളൊരു സെപ്പറേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ യോക്കിൻ്റെ ആ ലെങ്താണ് നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത്. 11 ഇഞ്ചിലാണ് ഞാൻ ഈ യോക്കിന് എടുത്തിരിക്കുന്നത്. 10.5 നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 11 നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഷോൾഡർ അവിടേക്ക് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 7 ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ താഴേക്കുള്ള 7 ഇഞ്ചിൽ നിന്നും ഒന്നുകൂടി 6.5 തന്നെയാണോ എന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു വര കൂടെ കൊടുത്ത് നമുക്കൊരു എൽ ഷേപ്പിലായിട്ട് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആം ഹോൾ കർവൊക്കെ വരയ്ക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവൊന്ന് എടുക്കാം. 9 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി അത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു 7 ഇഞ്ചിലൊരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഹാഫ് കാണുക. എന്നിട്ട് ആ എൽ ഷേപ്പ് വരച്ചതിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് കർവ് ചെയ്ത് കൊണ്ടുവരിക. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുക്കുന്നത് 10 ഇഞ്ച് തന്നെയാണ്. എന്നിട്ട് ആ ഒരു ആം ഹോളിൻ്റെ കർവ് ഭാഗത്തു നിന്നും ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഇതുപോലെ സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഈ വരച്ച ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അളവ് വെച്ചിട്ട് വേണം നമുക്കിത് ഈ തുണിയിൽ, ഇതാണ് നമ്മൾ ആ ഒരു യോക്കിന് കൊടുക്കുന്നത്, ഒരു നെറ്റ് ഫാബ്രിക്കാണ്. ഈ ഒരു അളവിൽ നമുക്ക് ആ ഒരു ഫാബ്രിക്ക് കൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ആ അളവിൽ നമുക്കങ്ങോട്ട് ആ കൈക്കുഴി ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സ്മോൾ ടു മീഡിയം ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബാക്കി ഭാഗം നമുക്കൊന്ന് ചെയ്യാം. ഇതിപ്പോൾ ബാക്ക് പോർഷനാണ് കേട്ടോ. ബാക്ക് പോർഷൻ്റെ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ എടുത്തതുപോലെ തന്നെ ആം ഹോളും ഷോൾഡറും ഒക്കെ നമുക്ക് അളന്നെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പാർട്ടീഷനിൽ ചെയ്ത പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഒരു എൽ ഷേപ്പ് കൊടുക്കുന്നു. നമ്മുടെ ചെസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മുടെ ഷേപ്പാണ്. ഷേപ്പിൻ്റെ ലെങ്ത് 13.5 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ലൈൻ ആണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവിടുന്ന് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് 19 ഇഞ്ചിൽ സ്ലിറ്റിൻ്റെ ലെങ്തും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് ആ ലെങ്തിലേക്ക് നമുക്കൊന്ന് ഫുള്ളായിട്ടങ്ങ് വരച്ച് കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനൊരു അബദ്ധം ചെയ്തേ, ഞാൻ നമ്മുടെ വണ്ണം മാർക്ക് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഷേപ്പ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ 13.5, ആ ഭാഗത്ത് നമ്മുടെ ഷേപ്പിൻ്റെ വണ്ണം കൂടെ അങ്ങ് മാർക്ക് ചെയ്യുകയാണ്. 9 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ വണ്ണം 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിട്ടുപോയി, അത് ആദ്യം പറയാൻ. നിങ്ങളും അപ്പം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്തേക്കണേ. ഇനി നമ്മുടെ ഇവിടെ കൈക്കുഴിയൊക്കെ വരച്ചെടുക്കാം. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 1 ഇഞ്ചായിരുന്നു അവിടെ മാർക്ക് ചെയ്തത്. ഇവിടെ 1.5 ആണേ. എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഭാഗത്ത് നിന്നും ആദ്യം ആ ഷേപ്പ് ലെങ്തിലേക്ക് പോകുന്നു. ഷേപ്പ് ലെങ്തിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്പ്ലിറ്റ് ലെങ്തിലേക്കും പോകുവാണേ. എന്നിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ ഫുൾ ലെങ്തിലേക്ക് അതങ്ങ് വരച്ചെടുക്കുക.
അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഉണ്ടോ, ആ ഫുള്ളായിട്ട് ആ ഒരു ലെങ്തിൽ നമ്മൾ എടുക്കുവാണേ. ഞാനിവിടെ ഈ ഒരു ഷിഫോൺ തുണി ആയതുകൊണ്ട് തന്നെ പിൻ ചെയ്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻഡ് ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുവാണേ. എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പിന്നെ തൂങ്ങി കിടക്കുന്നതും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇപ്പോൾ ആ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് അത്രയേ ഉള്ളേ. ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് എടുത്തിടുവാണേ. എന്നിട്ട് നമ്മുടെ ആ തുണിയും കൂടെ ഫ്രണ്ട് പാർട്ടിലെ താഴ്ഭാഗത്തോട്ടുള്ള പ്ലീറ്റ് ഇടേണ്ട തുണി കൂടെ ഇതുപോലെ എടുത്തിടുവാണേ. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എൻഡിൽ നിന്ന് ആ എൻഡ് വരെ നമുക്ക് പ്ലീറ്റ് ഇടുക. ആ മാക്സിമം പ്ലീറ്റ് നമുക്ക് കിട്ടുന്നത്ര ഇടുക. അത് ആ ഒരു യോക്ക് പാർട്ടിനുമായിട്ട് ഒരുപോലെ വരണം. അതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇതുപോലെ കുഞ്ഞ് പ്ലീറ്റ് ഇടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ പ്ലീറ്റ് എടുത്തിട്ട് ഓരോ പിൻ വീതം കുത്തി വയ്ക്കുവാണേ. അപ്പോൾ ടോപ്പ് പാർട്ടിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് ആ ഒരു യോക്ക് പാർട്ടുമായിട്ടുള്ള ലെവലിലാണോ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ മുകളിൽ പിൻ ചെയ്തല്ലോ, അതുപോലെ തന്നെ ആ ഒരു പ്ലേറ്റിനെ ഇങ്ങനെ പിടിച്ച് എൻഡ് വരെ കൊണ്ടുവന്നിട്ട് അവിടെയും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് കിട്ടുവേ. അപ്പോൾ നമുക്കിവിടെ സാധാ അയൺ ബോക്സ് ആണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റീം അയണറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഇതേ ഉള്ളൂ. നമുക്കിത് വെച്ചങ്ങോട്ട് ഉള്ളതുപോലെ നമുക്കൊന്ന് ചെയ്യാം. ഇതുപോലെ അയൺ ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ നിങ്ങൾ ആ ഒരു ചൂടൊക്കെ ഒന്ന് വേറൊരു തുണിയിലൊന്ന് വെച്ച് നോക്കിയിട്ട് വേണം ഇതിലേക്ക് വെക്കാനേ. അപ്പോൾ ഇത് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തില്ലായിരുന്നു, അത് ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് വേണ്ടത്. ഞാൻ 4 ഇഞ്ച് വിട്ടിലാണ് നെക്ക് എടുക്കുന്നത്, 4 ഇഞ്ച് ലെങ്തിലുമാണ് എടുക്കുന്നത് കേട്ടോ. 4 ഇഞ്ച് ലെങ്തും 4 ഇഞ്ച് വിട്ടിലും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിലും ഇത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ 3ഒക്കെയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ലെങ്ത് കുറവായതുകൊണ്ട് 4 ഇഞ്ച് വിഡ്ത്തിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈനിങ് പാർട്ട് ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുവാണേ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു യോക്ക് പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശവും നമ്മുടെ ലൈനിങ്ങും കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ സെൻറ്റർ കണ്ടതിന് ശേഷം നമ്മുടെ ആ ഒരു ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെയും സെൻറ്റർ കണ്ടിട്ട് ഈ 3ൻ്റെ സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് തെന്നിപ്പോകാതെ നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും ആ ഒരു സെക്യൂറിന് വേണ്ടി പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ നീക്കി സ്റ്റിച്ച് ചെയ്ത് പോകാം. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇനി നമുക്ക് ആ പിന്നൊക്കെ മാറ്റിയിട്ട് ആ ബാലൻസ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ക്യാൻവാസിലും ആ ക്ലോത്തിലും ഒന്നും തട്ടാതെ കുഞ്ഞു കട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചെടുക്കാവേ. അങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ക്യാൻവാസ് പേപ്പർ മുകളിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആ ക്യാൻവാസ് പേപ്പറും ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് വേണമെങ്കിൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പാർട്ടിലിട്ട് പതിച്ചടിച്ചാലും മതി. ഞാനിവിടെ ഇതുപോലെ മുകളിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട് പാർട്ടിൽ പിന്നെ പതിച്ചടിക്കുന്നില്ല, കാരണം ഇത് നല്ല സെക്യൂറായിട്ട് നന്നായിട്ടിരിക്കും. കണ്ടോ, ഇതുപോലെ ഇരിക്കും, ഫ്രണ്ടിലോട്ട് കയറി വരത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഫ്രണ്ടിൽ പതിച്ചടിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ അതെ ഞാൻ നമ്മുടെ ലൈനിങ് ഫ്രണ്ടിലത്തെ ലൈനിങ് ഇതുപോലെ പ്ലീറ്റ് ഇട്ടാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി അത്യാവശ്യം വലിയ വീതിക്കുള്ള പ്ലീറ്റാണ് ആ ഒരു ലൈനിങ്ങിന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ആ പ്ലീറ്റ് ഇട്ട ഭാഗവും അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇനി അത് രണ്ടും കൂടെ നമ്മുടെ യോക്ക് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാവേ. അപ്പോൾ അതിനായിട്ട് യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും കാണുക, അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്കേർട്ടിൻ്റെയും സെൻറ്റർ കണ്ടിട്ട് രണ്ട് സെൻറ്ററുകളും തമ്മിൽ നല്ല വശം ചേർത്ത് വെച്ച് നമുക്കിതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഈ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്ന പോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തങ്ങ് പോണവേ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. അവിടെയും നമ്മൾ നല്ല വശം തന്നെയാണ് വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് മോശം വശത്തേക്കല്ല. ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും ഒരുപോലെ നല്ല വശങ്ങൾ വെച്ചിട്ട് അതിലേക്ക് അവിടെയും ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ ക്യാൻവാസ് പേപ്പറിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ക്യാൻവാസും എല്ലാം ഉൾപ്പെടെയുള്ള ഭാഗം വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ഇതുപോലൊന്ന് കൊടുക്കണമേ. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച പേപ്പർ ക്ലോത്തും കൂടെ ഇതിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ അങ്ങ് കൊടുക്കുക. കെട്ടിട്ട് വേണേ തയ്ച്ചെടുക്കാൻ. അതുപോലെ തന്നെ ആ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഏറ്റക്കുറച്ചിലില്ലാണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ കട്ടിങ് എടുത്തിട്ടുണ്ടെന്നാണ് കരുതിയത്, പക്ഷേ ക്ലിക്ക് ആയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ബലൂൺ സ്ലീവാണ് ചെയ്യുന്നത്. ഒരു ബലൂൺ സ്ലീവിൻ്റെ അകത്ത് തന്നെ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ഇഞ്ച് ലെങ്തിൽ പഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഫാണ് നമ്മൾ പ്ലീറ്റിട്ട് എടുക്കുവാണേ. ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ ഒരു നൂല് വലിച്ചെടുത്ത് ആ ഒരു പ്ലീറ്റ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ആ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി ഇതുപോലെ അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷമേ നമ്മൾ അതിലേക്ക് നമ്മളിത് ഇതുപോലൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുവാണേ. ഒരു 1.5 അല്ലെങ്കിൽ 1 ഇഞ്ച് ആ ഒരു ആ താഴ്ഭാഗത്തുനിന്നും 1 ഇഞ്ച് വല്ലതും അളർന്നെടുത്തിട്ട് ആ ഒരു ലെങ്തിലാണ് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കണ്ടോ. ഇനി നമുക്കിത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ആ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ താഴേക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് പോവുക. ഇനി നമ്മളിപ്പോൾ ഇതുപോലെ ഈ സ്ലീവിന് ലൈനിങ് ഇടാത്തതുകൊണ്ട് തന്നെ ആ ഒരു തയ്യൽ തുമ്പ് വെളിയിൽ കാണുന്നത് മിക്കവരിലും കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പും ഭാഗങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ നല്ല വശത്ത് വെച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ തയ്യൽ തുമ്പും നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ നല്ല തുണി ഭാഗത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു തയ്യൽ തുമ്പ് വെളിയിലേക്ക് വരികയില്ല. ഇങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു നിഴലിൻ്റെ ഇടയിൽ കൂടെ അത് കാണത്തതുമില്ല. സാധാരണ അതൊരു അഭംഗിയായിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ 2 സ്ലീവും അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് ഇനി ബോഡി പാർട്ടുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു അറ്റഭാഗത്തു നിന്നേ നമുക്ക് അടിച്ച് താഴേക്ക് വരാം.
അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങനെ താഴോട്ട് വരിക. അതിനുശേഷം നമ്മളിതാ ആദ്യം മെയിൻ ക്ലോത്തിൻ്റെ അരികുവശം ആദ്യം ഒരു സ്റ്റിച്ച് ഒരു മടക്കി സ്റ്റിച്ചിട്ട് വരാം. ഇനി അതുപോലെ തന്നെ ലൈനിങ്ങും അരികുവശം അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അരികുവശം ഒരു വശം അടിച്ചല്ലോ, ഇനി ആ ഒരു അടിച്ച ഭാഗം ഒന്നുകൂടെ മടക്കി ഫുള്ളായിട്ടങ്ങ് ആ ഒരു റൗണ്ട് അങ്ങ് അടിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു തവണ ഇട്ടിട്ട് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇട്ടിട്ട് ഞാനിത് അയൺ ചെയ്തിട്ടൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് അത് ആ ഒരു അയൺ ചെയ്ത് പോയിട്ടില്ല. കറക്റ്റായിട്ട് ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.